ചെയ്തോളാം. വിശ്വാസം ഞാൻ ഐക്യത്തോടെ സർവത്ര ജ്വലിപ്പിക്കുകയും മരണങ്ങളെ പ്രകാശിപ്പിക്കുകയും സഹകരിക്കുകയും പാപത്തിലായിരിക്കുന്നവർക്ക് വിജയം നൽകുകയും സമാധാനത്തിന്റെ മാർഗത്തിൽ ഞങ്ങളുടെ കാലടികളെ നയിക്കുകയും ചെയ്യാൻ ആ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ സഹമായിരിക്കട്ടെ. അങ്ങനെ ജീവിത സഹജാസാനിക്കുമ്പോൾ ആത്മാവ് നഷ്ടമാകാതെ ഞങ്ങളുടെ സൈന്യം മുഴുവൻ നിന്റെ സ്നേഹത്തിലെ മഹത്വത്തിലെ രാജ്യത്തിൽ വീണ്ടും ഒരുമിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ മരിച്ചുപോയ സൈനികരുടെ ആത്മാക്കളും സകല മത്സ്യ വിശ്വാസികളുടെ ആത്മാക്കളും ദൈവകൃപയാൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ത്തിൽ നിന്നുമിപ്പോ പ്രാർത്ഥനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാവങ്ങളെല്ലാം നീയോർത്തിരുകിൽ ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. നീയല്ലോ ജീവിതാശ, ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും. ഇരവാകെ കാവൽക്കാർ ജാഗ്രതയിൽ പുലരിയെ പാത്തിരിക്കുന്നതുപോൽ മൽപ്രാണൻ ദൈവത്തെ പാത്തിരിപ്പോ. ഇസ്രയേലുമേവം പ്രത്യാശ വച്ചു. ഇസ്രയേലിൻ രക്ഷകൻ നീയാണല്ലോ, കാരുണ്യം തൂകുന്ന പാലകരും. വിശ്വം വെടിഞ്ഞോർക്കെന്റെ ദൈവമേ, ശാശ്വത വിശ്രാന്തി നൽകിടണേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും വരിച്ചോരെ മോചിക്കണേ. മങ്ങാത്ത ദിവ്യപ്രകാശത്തിനാൽ വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ, അൻപോടും പ്രാർത്ഥന കൈക്കൊള്ളണേ. പൗളിനിറ്റയുടെ ആത്മാവിന്റെ അനുഗ്രഹത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. സർവ്വസ്രാഞ്ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പൗളിനറ്റയുടെ ആത്മാവിന്റെ അനുഗ്രഹത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുലോകത്തിലും ഭൂമിയിലുമാകണമേ. മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്.
കവളിനത്തിയുടെ ആത്മാവിന്റെ അനുഗ്രഹത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കവളിനത്തിയുടെ ആത്മാവിന്റെ അനുഗ്രഹത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുകൾ ഭൂമിയിലുമാകണമേ. മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കവാടം തുറക്കൂ, കാരുണ്യമായി കൂടെ നോക്കൂ, നിന്റെ കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. കവാടം തുറക്കൂ, കാരുണ്യമായി കൂടെ നോക്കൂ, നിന്റെ കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. മന്നിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മന്നിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കേണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സർവം പൊറുക്കേണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സ്വർഗകവാടം തുറക്കൂ, നാഥാ, കാരുണ്യമായി കൂടെ നോക്കൂ, നിന്റെ കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. ഒട്ടുമിൻ വാതിൽ തുറക്കും എന്നോ നേരായരുൾ ചെയ്ത നാഥാ, മുട്ടുമിൻ വാതിൽ തുറക്കും എന്നോ നേരായരുൾ ചെയ്ത നാഥാ, നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. സ്വർഗകവാടം തുറക്കൂ, നാഥാ, കാരുണ്യമായി കൂടെ നോക്കൂ, നിന്റെ കേട്ടങ്ങു വന്ന നിന്റെ
ദാസിയെ സന്നിധി ചേർക്കൂ. പ്രിയ സഹോദരി, നീ ജ്ഞാനസ്നാനം നീരുറവയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപക്കറകളിലും കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതയായി. ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമാകട്ടെ. പ്രാർത്ഥന കൈക്കൊള്ള
കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്തിന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങേ ദാസി പൗളിനിറ്റയുടെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗ്ഗരാജ്യത്തിൽ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധയുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസം നൽകുന്ന അനന്തമായ സ്നേഹമായിക്കൂടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം മുക്കിയെടുക്കുന്ന സ്വർഗ്ഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരരോടൊന്ന് ചേർന്നതിന് അർഹരാകത്തക്കവിധം ജീവൻ നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞെന്ന് എൻ്റെ വാക്കി അടയാളമായിരുന്നു. മഹിമയേറിയ ഈ പദവി മരണപ്പെടുത്താതെ കാത്തുസൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹയാകുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ നിനക്ക് ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹ നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെ ചിഹ്നമായ ഈ കുരിശുകൾ. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെയും വിടച്ചൊല്ലിന്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗ്ഗ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുന്നതാകട്ടെ.
ശാന്തിയരുളുക നാഥ, നിത്യശാന്തിയരുളുക നീ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു പ്രിയ അമ്മയെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ യാത്രയാക്കുന്ന നിമിഷങ്ങളാണിത്. പ്രിയ പൗളിൻ നെറ്റോയുടെ മകൾ, കുഞ്ഞുമക്കൾ എല്ലാവർക്കും, ബന്ധുക്കളെല്ലാവർക്കും സ്നേഹവും പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുകയാണ്. ഈ അടുത്തടുത്ത സമയങ്ങളിലായി 3 മരണങ്ങളാണല്ലോ ആ ഭവനത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഈ അമ്മയ്ക്ക് മാസാദ്യ വെള്ളിയാഴ്ച ദിവ്യകാരുണ്യം കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള ഒരു സന്ദേശം വീട്ടിൽ നിന്നും ലഭിച്ചത്. എല്ലാ മാസവും കൃത്യമായും ഭക്തിയോടെ യേശുവിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തോടുകൂടെ യേശുവിനെ കാത്തു നിൽക്കുന്ന ഈ അമ്മയെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ അമ്മയെ സഹായിക്കാനായിട്ട് ബ്ലെസ്സിങ്ങും കൂടെ എപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്നു ദിവ്യകാരുണ്യം നൽകാനായിട്ട് പോകുമ്പോൾ. ഇന്നലെ ഈ ഒരു ദിവ്യകാരുണ്യം കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള ഒരു അറിയിപ്പ്, ഇതുപോലെ നിത്യമായ ഒരു ദൈവദർശനത്തിന് വേണ്ടിയുള്ള അമ്മയുടെ യാത്രയ്ക്കുള്ള ഒരുക്കമായിരുന്നു എന്ന് മനസ്സിലായില്ല. യേശുവിനെ ഈ ഭൂമിയിൽ കൂദാശകളിലൂടെ അറിയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ഈ അമ്മ ഇപ്പോൾ അവിടുത്തെ തെളിവാർന്ന യാഥാർത്ഥ്യമായി കണ്ട് ആനന്ദിക്കുകയും അവിടുത്തെ ആ ശാന്തിയിൽ ഇപ്പോൾ ലയിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അമ്മയുടെ വേർപാട് തീർച്ചയായിട്ടും ദുഃഖം നിറയുന്ന ഒരു അനുഭവമാണല്ലോ കുടുംബത്തിന് ഉണ്ടാകുന്നതെങ്കിലും നമുക്ക് ഈ മരണത്തെ ഉൾക്കൊണ്ടേ കഴിയുകയുള്ളൂ. ആർക്കും അത് എസ്കേപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ അമ്മയുടെ സമയമായി അമ്മ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. നമുക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനായി, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിലിരുന്ന് മാധ്യസ്ഥ്യം യാചിക്കുവാനായി ഈ അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഉറപ്പായി നമുക്ക് വിശ്വസിക്കാം. വിശുദ്ധരോടൊപ്പമുള്ള അവരുടെ ആ സാന്നിധ്യം നമുക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മയോടുകൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അത്തരം വിശുദ്ധമായ ഒരു ജീവിതമാണ് ഈ അമ്മ നയിച്ചത്. ഈ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് തന്നെ നമുക്ക് ഈ ബലിയിലും പ്രാർത്ഥിക്കാം. അഥവാ എന്തെങ്കിലും പാപകടങ്ങൾ ഈ അമ്മയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം കർത്താവിൻ്റെ കരുണയാൽ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയർപ്പിക്കാം. ദിവ്യ രഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി.
എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് കേൾക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്ത അങ്ങേ പുത്രനിലുള്ള ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ ദാസി പൗളിൻ നെറ്റോയുടെ ഉത്ഥാനത്തിനുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ പ്രത്യാശയും ദൃഢീകരിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മേകളിൽ കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രാമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നേൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉണ്ടതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും.
സുവിശേഷ ഗീതികൾ പാടാ യേശുവിൻ സാക്ഷികളാകാ ലോകത്തിലെങ്ങും പോകാ നാഥൻ വിളിക്കുന്നു നമ്മെ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. സ്വീകരിക്കണമേ, എന്നെ സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ, ദൈവമേ, അങ്ങേ എന്നെ സ്വീകരിക്കണമേ. ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും സ്വർഗചിന്തകളും എന്റെ സർവശക്തികളും സർവസിദ്ധികളും എന്റെ സർവ്വദാനങ്ങളും ദൈവമേ, അങ്ങേ സ്വീകരിക്കണമേ, എന്നെ സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ, എന്നെ സ്വീകരിക്കണമേ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ കാണിക്കകൾ പ്രീതിപൂർവം തൃക്കൺ പാർക്കണമേ. അങ്ങേ പുത്രന്റെ മഹോന്നതമായ സ്നേഹകൂദാസിയാലാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേ ദാസി പൗളിനെറ്റോ അവിടത്തോടുകൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഞങ്ങളുടെ അയോഗ്യതകളാലാണ് ഞങ്ങൾ നശിക്കുന്നതെങ്കിലും പാപം മൂലം മരണത്തിന്റെ പിടിയിലമർന്ന ഞങ്ങൾ ക്രിസ്തുവിന്റെ വിജയത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവിടത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേ കാരുണ്യത്താലും കൃപയാലുമാണല്ലോ. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ അങ്ങേ മഹിമയ്ക്കു മുൻപിൽ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ നിരന്തരം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങേ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക ഞങ്ങളെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ തോമസ് നെറ്റോ മെത്രാനോടും ക്രിസ്തുദാസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസി പൗളിൻ നെറ്റോയെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന്റെ സദൃശ്യമായി അവിടുത്തോടൊന്നായി തീർന്ന ഇയാളെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയിർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ
മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും വിശുദ്ധ ഇഗ്നേഷ്യസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായി നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും എന്നെ നിത്യജീവനായി സംരക്ഷിക്കട്ടെ.
എരിയും മെഴുതിരി പോലെൻ ഹൃദയം ഒരുകും നേരം എരിയും മെഴുതിരി പോലെൻ ഹൃദയം ഒരുകും നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം കരളിൻ കഥനമതില്ല തഴുകും കുളിർമഴയായി കരളിൻ കഥനമതില്ല തഴുകും കുളിർമഴയായി അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം മരിച്ചൊരു നാഥ സ്നേഹം ത്യാഗമെന്നോദീ കുരിശിൽ മരിച്ചൊരു നാഥ അരികിൽ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം എരിയും മെഴുതിരി പോലെൻ ഹൃദയം ഒരുകും നേരം എരിയും മെഴുതിരി പോലെൻ ഹൃദയം ഒരുകും നേരം നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങേ ദാസി പൗളിനെറ്റോയ്ക്ക് വേണ്ടി പെസഹാരഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ദിരത്തിലേക്ക് ഇയാൾ കടന്നു വരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പരിധിക്ക് വേണ്ടിയുള്ള അനുസ്മരണ ദിവ്യബലി വരുന്ന ചൊവ്വാഴ്ച 6-ാം തീയതി വൈകുന്നേരം 3:30 മണിക്ക് ഈ ദേവാലയത്തിൽ നടക്കും. എല്ലാവരും ഇതൊരു അറിയിപ്പായി സ്വീകരിച്ച് ബലിയിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുക്കണമെന്ന് കുടുംബത്തിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. പ്രിയ സഹോദരരെ, ക്രിസ്തീയ മുറപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലങ്ങളുടെയും നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരിയുടെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോട് ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തരലട്ടെ. അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇയാളെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യ ആനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. ഇനിയാളുടെ ആത്മാവിനെ നിങ്ങൾ പരമോന്നതന കർത്താവിൻ തിരു സന്നിധി ചേർത്തിടുവിൻ, സന്നിധി ചേർത്തിടുവിൻ. നാദാവി തിർമതാം വിശ്രാന്തി കൽപ്പിച്ചരുളണമേ, തുളണമേ. നാദാമി വിളിച്ചമിയാളി ശോഭിതമാക്കണമേ, ശോഭിതമാക്കണമേ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ സഹോദരിയുടെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെയും അടയാളമായി ഈ ദാസിയിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ഈ ദാസിക്ക് സ്വർഗ കവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസവചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയേറണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തെത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണുവാനും ക്രിസ്തുവിൽ നിത്യ ആനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി
പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പൗത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയിർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയിർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസിയെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നതുവരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഇയാളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. നമ്മുടെ ഈ സഹോദരി പൗളിനെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് തന്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്നും ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തന്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരിയുടെ ആത്മാവിനെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്നരുൾ ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിൽ കണ്ണീര് പൊഴിച്ച കർത്താവെ, ദുഃഖാർത്തരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഏൽപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ചവന് പർദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം അരുളുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവദാ ജാഗ്രത കാണിച്ച് ദാസി ചെയ്തുപോയ തെറ്റുകൾ ദയാപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തറിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് ഇയാൾക്ക് നിത്യ വിശ്രാന്തി നൽകിയണമേ. ഇയാളിൽ നിന്ന് സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത്
പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാം. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഫലത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ കാത്തിരിച്ചുകൊള്ളണമേ. മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സമാധാനത്തിൽ ആശ്വദിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തിൽ തമ്പുരാനോട് അപേക്ഷിക്കണമേ. സമാധാനത്തിൽ കൃപയുണ്ടായിരിക്കണമേ. സ്വർഗരാജ്യത്തിടം കൊടുക്കണമേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അന്നു വേണ്ടുന്ന ആഹാരം നീൽക്കണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, നിങ്ങളെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിലെ പോലെ സമാധാനത്തിൽ ആശ്വദിക്കട്ടെ. കൃപയുണ്ടായിരിക്കണമേ. സ്വർഗരാജ്യത്തിടം കൊടുക്കണമേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീൽക്കണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല പരിശുദ്ധരുടെ ആത്മാക്കളുടെ അനുഗ്രഹത്താൽ സമാധാനത്തിൽ ആശ്വദിക്കട്ടെ. കൃപയുണ്ടായിരിക്കണമേ. സ്വർഗരാജ്യത്തിടം കൊടുക്കണമേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ആഹാരം കേൾക്കണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി